ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ എമ്പുരാൻ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്തു വരുന്ന എമ്പുരാൻ തിയേറ്ററുകളിലേക്ക് എത്താൻ ഒരു മാസം ബാക്കി നിൽക്കവേ ഇന്ന് സിനിമയുടെ ക്യാരക്ടർ പോസ്റ്റേഴ്സിന്റെ അവസാന ദിവസമായ രാവിലെ സയ്യിദ് മസൂദ് എന്ന കഥാപാത്രത്തിന്റെ പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ ക്യാരക്ടർ പോസ്റ്ററും വീഡിയോ കണ്ടന്റുമാണ് പുറത്തു വന്നിരിക്കുന്നത്. വളരെ വ്യക്തതയോടെ കൃത്യതയോടെ തന്റെ ക്യാരക്ടറിനെ കുറിച്ചും അതോടൊപ്പം തന്നെ സിനിമയെക്കുറിച്ചും പറയുന്ന കോൺഫിഡൻസോടെ പറയുന്ന പൃഥ്വിരാജിനെയാണ് നമുക്ക് വീഡിയോയിൽ കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ആരാണ് സയ്യിദ് മസൂദ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും അതോടൊപ്പം തന്നെ ലൂസിഫർ അവസാനിക്കുമ്പോൾ ഖുറേഷ് എബ്രഹാം എന്ന് പറയുന്ന ഈ അണ്ടർവേൾഡ് മെഗാ സിൻഡിക്കേറ്റിനെ തൊടാൻ കഴിയുന്ന അത്രമാത്രം ശക്തിയുള്ള മറ്റൊരു ഫോഴ്സ് ഈ ലോകത്തിൽ ഇല്ല എന്ന ധാരണയിലാണ് നമ്മൾ ആ സിനിമ കണ്ടുപിരിയുന്നത്. ആ ധാരണ ശരിക്കും സത്യമായിരുന്നോ എന്നൊരു ചോദ്യത്തിന്റെ ഉത്തരവുമാണ് പൃഥ്വിരാജ് എമ്പുരാനിലൂടെ നൽകാനായിട്ടിരിക്കുന്നത് എന്നാണ് ഏറ്റവും പുതിയ വീഡിയോ നൽകുന്ന സൂചന. എന്തായാലും എമ്പുരാൻ തിയേറ്ററുകളിലെ മാർച്ച് 27-ാം തീയതി കാണുവാനായിട്ട് കാത്തിരിക്കാം. ഇന്ന് വൈകിട്ട് വരാനിരിക്കുന്നത് സിനിമയിൽ അബ്രഹാം ഖുറേഷിയുടെ ലാലേട്ടന്റെ ക്യാരക്ടർ പോസ്റ്ററാണ്. ആ വീഡിയോ കണ്ടന്റും വൈകിട്ട് 6 മണിക്ക് കാണുവാനായിട്ട് കാത്തിരിക്കാം. ഇന്ന് രാവിലെ തന്നെ പുറത്തു വന്ന മറ്റൊരു ബ്രേക്കിംഗ് ന്യൂസിലേക്ക് വരികയാണെങ്കിൽ എമ്പുരാൻ എന്ന സിനിമയ്ക്കുള്ളിൽ നാം കാണാനിരിക്കുന്ന ഒരു വലിയ യുദ്ധമുണ്ടല്ലോ, ആ യുദ്ധത്തിന് മുന്നേ ഓഫ്ലൈനായിട്ട് ഇപ്പോഴത്തെ മറ്റൊരു യുദ്ധം സാമ്പിളായിട്ട് നടക്കാനായിട്ട് ഒരുങ്ങുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് ഒരു ഗുണവും ഉണ്ടാക്കില്ല എന്ന് ഉറപ്പ് പറയാവുന്ന ഒരു സമരമാണല്ലോ ജൂൺ 1 മുതൽ നമ്മുടെ ഫിലിം ചേംബർ പ്രഖ്യാപിച്ചത്. ആ സമരത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു സൂചനാ സമരം എമ്പുരാൻ തിയേറ്ററുകളിലേക്ക് എത്തുന്ന മാർച്ച് 27 മുതൽ ആരംഭിക്കാനായിട്ട് ഒരുങ്ങുന്നു എന്നാണ് ഇന്ന് വന്നിരിക്കുന്ന നമ്മുടെ ന്യൂസ് മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട്. ഇതോടെ എമ്പുരാൻ റിലീസ് പ്രതിസന്ധിയിലാക്കുകയാണ് നമ്മുടെ മലയാളത്തിലെ ഫിലിം ചേംബർ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്ന് പറയാതിരിക്കാനായിട്ട് വയ്യ. കുറച്ചാഴ്ചകളായിട്ട് തുടങ്ങിയതാണല്ലോ സുരേഷ് കുമാറും ആന്റണി പെരുമ്പാവൂറും തമ്മിലുള്ള പ്രശ്നം. ആഴ്ചകൾക്ക് മുന്നേ ആന്റണി പെരുമ്പാവൂർ സിനിമാ സമരത്തെ വിമർശിച്ചും സുരേഷ് കുമാർ എമ്പുരാന്റെ ബഡ്ജറ്റ് വെളിപ്പെടുത്തിയതിനെ തിരസ്കരിച്ചുകൊണ്ടുള്ളൊരു പോസ്റ്റ് ആന്റണി പെരുമ്പാവൂർ ഇട്ടത് ഇതിനോടകം തന്നെ സംഘടനയും ഒപ്പം തന്നെ സുരേഷ് കുമാറിനെയും നല്ല രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതുതായിട്ട് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ലാലേട്ടൻ ആന്റണിക്ക് പിന്തുണ നൽകിയതും സുരേഷ് കുമാറിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. അതേസമയം ലാലേട്ടനും ആന്റണി പെരുമ്പാവൂറിനും പിന്നിൽ നിൽക്കുന്നത് മറ്റൊരാളാണ് എന്ന് സുരേഷ് കുമാർ തന്നെ അഭിമുഖങ്ങളിൽ വെളിപ്പെടുത്തിയതാണ്. പൃഥ്വിരാജ് ആയിരിക്കും ആ ആൾ എന്ന രീതിയിലുള്ള സോഷ്യൽ മീഡിയ ചർച്ചയും ഇതിനോടകം തന്നെ സജീവമാണ്. ഇപ്പോഴത്തെ അതെല്ലാം തന്നെ കാരണമാണ് ഒരു വൈകാരിക ബുദ്ധിയോടെ സുരേഷ് കുമാറും സംഘവും എമ്പുരാൻ റിലീസ് ചെയ്യുന്ന അതേ വേളയിൽ തന്നെ അതേ ദിവസത്തിൽ തന്നെ സൂചനാ സമരവുമായിട്ട് രംഗത്തിറങ്ങുന്നത്. ഇക്കാര്യത്തിൽ ഇനി പൃഥ്വിരാജും ആന്റണി പെരുമ്പാവൂറും അടുത്തൊരു പ്രതികരണമായിട്ട് എത്തുകയാണെങ്കിൽ അത് അടുത്ത യുദ്ധത്തിനുള്ള തുടക്കമാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അങ്ങനെയുള്ള യുദ്ധങ്ങളിലേക്ക് കടക്കാതെ ചർച്ചകളിലൂടെ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കട്ടെ എന്ന് ആശംസിക്കാം. റിലീസിന് മാസങ്ങൾക്ക് മുന്നേ 5 മാസങ്ങൾക്ക് മുന്നേ എല്ലാം തന്നെ റിലീസ് തീയതി പ്രഖ്യാപിച്ച സിനിമയാണ് എമ്പുരാൻ. മലയാളത്തിൽ ഒരു സിനിമ വലിയ റിലീസിനായിട്ട് ഒരുങ്ങുമ്പോൾ ആ സിനിമയ്ക്ക് മികച്ചൊരു റിലീസ് അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നത് നമ്മുടെ സംഘടനകളുടെ കടമയാണ് എന്ന ബോധ്യം അവർക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കാം.